കൊട്ടിയൂർ വൈശാഖോത്സവത്തിൻ്റെ ഭാഗമായ പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പ് ഞായറാഴ്ച അർദ്ധരാത്രിയോടെ നടന്നു. വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് ഇരുവെട്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി സന്ധ്യയ്ക്ക് കൊട്ടിയൂരിലെത്തി. രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ചു. കുടിപതി കാരണവർ വെള്ളിക്കിടാരം വെച്ച് രാശി വിളിച്ചാണ് ഇളനീർ വെപ്പ് ആരംഭിച്ചത്. രാശി വിളിച്ചതോടെ മന്തഞ്ചേരിയിലെ ബാവലിക്കരയിൽ ഇളനീർ കാവുകളുമായി കാത്തുനിന്ന വ്രതക്കാർ സന്നിധാനത്തിലേക്ക് ഓടിയെത്തി. തട്ടും പോളയും വിരിച്ച സ്ഥാനത്തെ 3 തവണ വലം വെച്ച് ഇളനീർ കാവുകൾ ഭഗവാന് സമർപ്പിച്ച് വീരഭദ്രനെ വണങ്ങി മടങ്ങി. തണ്ടയാന്മാരാണ് അവകാശപ്രകാരം ഇളനീർ വെച്ചത്. കത്തിത്തണ്ടയാന്മാർ ഇളനീർ ചെത്തുന്നതിനുള്ള കത്തികളും സമർപ്പിച്ചു. ഇളനീർ വെപ്പ് പൂർത്തിയായതോടെ ഇരുവെട്ടിത്തണ്ടയാൻ എള്ളെണ്ണയും സമർപ്പിച്ചു. ഇത്തവണത്തെ വൈശാഖോത്സവത്തിന് പതിവിൽ കവിഞ്ഞ തിരക്കാണ് അനുഭവപ്പെട്ടത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടി. മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നാടുകൾ. 8-ന് ഇളനീരാട്ടം, 10-ന് രേവതി ആരാധന, 14-ന് രോഹിണി ആരാധന, 16-ന് തിരുവാതിര ചതുശതം, 17-ന് പുണർദം ചതുശതം, 19-ന് ആയില്യം ചതുശതം, 20-ന് മകം കലംവരവ്, 23-ന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ, 24-ന് തൃക്കലശാട്ട്. മെയ് 30 മുതൽ ജൂൺ 20 വരെ ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ഭക്തരായ ജനങ്ങൾ എത്രയും പെട്ടെന്ന് കൊട്ടിയൂരെത്തുവാനും പ്രാർത്ഥന നേടുവാനും താൽപ്പര്യപ്പെടുന്നു.